ശവിക്കപ്പെട്ടവളാണ്. എനിക്കെന്തിന് ജന്മം? ഒരിക്കൽ സ്നേഹം തരൂ ചേട്ടാ, വേറൊന്നും എനിക്ക് വേണ്ട. അല്പാഭയം മാത്രം. Hello? Is it PTC Cottage? Please connect me to Kumaranguti Manor. എന്നോട് വെറുപ്പാണ്. എന്തിനു? ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു. പറയാം, എന്നോട് വെറുപ്പാണോ? അല്ല. എന്നോട് സ്നേഹമുണ്ടോ? ഇല്ല. എന്നോട് ക്ഷമിച്ചു, ക്ഷമിച്ചെന്ന് പറയൂ. എന്നെ വെറുക്കരുതേ. എനിക്ക് നിന്നോട് ബഹുമാനമായിരുന്നു. ഹലോ, ഞാനാ ശാരദ. നല്ല ആളാ. വേണ്ട, പോയ കാര്യം. പിന്നെന്താ താമസിക്കുന്നത്? വേഗം വരൂ. ഞാൻ ഇറങ്ങിയായി. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ നോക്കിയിരിക്കും. ആവുന്നത്ര നേരത്തെ. ചേട്ടാ, ഉടനെ പോകുന്നു. പറയൂ ചേട്ടാ, ഉടനെ പോവുകയാണോ? അതെ, ഞാൻ പോകുന്നു. അപ്പൊ ഞാൻ നീ ഇവിടെ വിട്ടിട്ട് പോവുകയോ? സഹദേവൻ വരുമ്പോൾ ഞാൻ പോയി എന്ന് പറഞ്ഞേക്ക്. സഹദേവൻ ഇങ്ങനെ വരില്ല. ഓഹോ, അപ്പൊ സഹദേവൻ? അതെ, ഇതിന് മുൻപ് കുടിച്ചു വെളിവില്ലാതെ ഇറങ്ങിപ്പോകും. തിരിച്ചു വരുമെന്ന് കരുതി വെളുപ്പോളം ഞാൻ കാത്തിരിക്കും. കണ്ണീരോടെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. ആഴ്ചകൾ കഴിയുമ്പോൾ ആവശ്യം തോന്നുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ കയറി വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ ദയവായി എന്നെ വിശ്വസിച്ചു. ഇത്രയും ക്രൂരത എന്നോട് കാട്ടരുത്. ഞാൻ തളർന്നു പോകും. എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ചേട്ടൻ പോ. നമുക്ക് നേരെ ആലപ്പുഴ പോവാം. കുസുമയെ മിസ്സിസ് സഹദേവനെ നമുക്ക് വീട്ടിലിറക്കാം. സഹദേവൻ സാർ പോയി. മത്തായി പോയി പെട്ടിയെടുത്തോണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സംശയം നമുക്ക് ഇരിക്കാം.
മുത്തായി ആ ലാമ്പ് പോസ്റ്റിന്റെ അടുത്ത് വണ്ടി നിർത്തി. ബൈ ബൈ. മുത്തായി മുത്തായി, എന്തോ ഈ യാത്രയിൽ എന്നോടൊപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ല, മനസ്സിലായോ? ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. രാത്രി വിളിച്ചപ്പോ ഇതാ പുറപ്പെടുന്നു എന്ന് പറഞ്ഞു. നേരം വെളുത്തിട്ട് ആളിനെ കണ്ടില്ല. കാവിൽ അമ്മയുടെ കൃപ കൊണ്ട് ഒന്നും ഉണ്ടാവില്ല. തൂക്കുഞ്ഞ് ഇപ്പൊ വരും. എനിക്കെന്തോ മനസ്സിനൊരു സമാധാനമില്ല. വീണ്ടും തുടങ്ങിയ പിന്നെ എനിക്ക് വയ്യ. എന്റെ ജീവിതമാണ് തരുന്നത്. ചേച്ചി അത് മനസ്സിലാക്കുന്നില്ല. നിനക്കെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ, അത് മതി. രാവിലെ ഓരോ പൊല്ലാപ്പം ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുന്നു. ചേച്ചിക്ക് എന്നോട് വെറുപ്പാണോ? ചേച്ചിയോടല്ലാതെ എന്റെ സങ്കടം ഞാൻ വേറെ ആരോട് പറയും? അമ്മ മരിച്ചതിൽ പിന്നെ ഇതെ നിനക്ക് ഞാനുണ്ട്. പക്ഷേ എന്റെ ദുഃഖങ്ങൾ ഞാൻ ആരോട് പറയും? വൈകിട്ട് വരാമെന്ന് പറഞ്ഞു പോയതാ. രാത്രിയായിട്ടും കണ്ടില്ല. ഫോൺ ചെയ്തപ്പോ ഇതാ പുറപ്പെടുന്നു പറഞ്ഞു. നേരം വെളുത്തിട്ടും ഒന്നില്ല. ഇതാണോ കാര്യം? ഞാൻ വിചാരിച്ചു നിനക്ക് നിന്റെ കാര്യം മാത്രം. ചേച്ചി ഇത്ര മണ്ടിയായി പോയത്. ചേച്ചൻ തിരക്കുള്ള ആളല്ലേ. ഓടാനിറങ്ങുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ബന്ധപ്പെട്ടവരെന്ന് വിളിച്ചാണ്. എവിടെയെങ്കിലും പോയിട്ട് വന്ന് വേണം. അങ്ങനെയാണെങ്കിൽ എന്നോട് ഫോൺ ചെയ്ത് പറയുമായിരുന്നു. അതിനൊന്നും സമയം കിട്ടി കാണില്ല. എന്നാലും ചേച്ചിക്ക് ഇത് പറയാൻ നാണോ ഇല്ലല്ലോ, വെറും കുട്ടികളെ പോലെ. ഓ, ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ വയ്യ അല്ലേ? പൊടി. എന്നാലും ചേച്ചി എന്റെ ഒരു വിധി. ഇത്തവണ എന്ത് കഥയില്ലാതെയാണ് നിനക്ക് പറയാനുള്ളത്? പറയടി, വീണ്ടും വഴക്കിട്ടോ? കാരണം അയാളൊരു മരണമാണ് ചേച്ചി. അയാളോ? കഴുത്തിൽ താടി കെട്ടിയ ഭർത്താവിനെയാണ് അയാളെന്ന് പറയുന്നത്? പിന്നെ നിന്റെ നാക്കാണ് നിന്റെ ഏറ്റവും വലിയ ശത്രു. ചേച്ചി കാര്യം മനസ്സിലാക്കാത്തോണ്ട് എങ്ങനെ പറയുന്നത്? നീ പറയാൻ ഞാൻ എങ്ങനെ മനസ്സിലാക്കൂ? എനിക്ക് ഇപ്പോഴേ കറുപ്പം പിടിച്ച പിള്ളേരെ നോക്കി തോളിലിട്ടോണ്ട് നടക്കാൻ വയ്യ. ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങള്? എനിക്കിപ്പോഴൊന്നും വയ്യ. എന്നുവെച്ചാ നമുക്കിത് കളയാം. വേണ്ട, നിങ്ങൾക്ക് എങ്ങനെ പറയാം? അനുഭവിക്കുന്നത് ഞാനാ. നീ അവിടെ ഞാൻ വന്ന് കിടക്കാൻ നോക്ക്. നിങ്ങളൊരു സ്വാർത്ഥനാണ്. നിങ്ങൾ ഒരുത്ത കാരണമാണ് ഇതെല്ലാം. പിന്നെ ഞാൻ ഒരുത്തരല്ല, ഇതിനും പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് വേണമെന്നായിരിക്കും. കണ്ടോ കണ്ടോ, നിങ്ങളൊരു ദ്രോഹിയാണ്. ഓ, ഒരു വിധത്തിലും നീ എനിക്ക് സ്വയം തരില്ലല്ലോ. ഞാൻ ഒരുത്തരാണോ കാരണം? നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നമുക്ക് രണ്ടുപേർക്കും ജോയിന്റ് റെസ്പോൺസിബിലിറ്റി. നിങ്ങളുടെ ബാങ്കിലെ ഡെപ്പോസിറ്റ് പോലെയാണ് ഇത്. ഇതേ ഞാൻ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുന്നവർ നീ കിടന്ന് തുള്ളുകയാണ്. ലോകത്തിലാരും കല്യാണം കഴിക്കാറില്ല, ഭാര്യമാരാരും ഗർഭം ധരിക്കാറില്ല. ആദ്യത്തെ കുഞ്ഞിനെ കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും എനിക്കൊരു സന്തോഷമായി. എനിക്കിത് വയ്യ. ഇപ്പൊ തന്നെ വയറ് താങ്ങി പേപോലെ പിടിച്ച് നടക്കാൻ വയ്യെങ്കിൽ പിന്നെ എന്താ? അപ്പൊ ചേച്ചി എന്നെ കുറ്റപ്പെടുത്തിയാണോ? കുറ്റപ്പെടുത്തല്ല, സഹതപിക്കുക. അനങ്ങുമ്പോ ശുദ്ധി വരുന്ന ഈ സ്വഭാവം നീ മാറ്റിയേ പറ്റൂ. ഉത്തരവാദിത്തങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഇത്ര ചെറുപ്പത്തിലോ? ചെറുപ്പമോ? നിന്റെ പ്രായത്തിൽ എന്റെ സൗമ്യക്ക് 1 വയസ്സ് കഴിഞ്ഞു. ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷമാണ് ഈ നിമിഷം. നീ പാഴാക്കി കളയരുത്. ഞാനങ്ങോട്ട് ചെന്ന എന്നെ വഴക്ക് പറയും. പറഞ്ഞ കേൾക്കണം, നിന്റെ ഭർത്താവല്ലേ? ചേച്ചിയും കൂടെ വരൂ? ഇല്ലില്ല, എല്ലാ തവണയും ഞാനും ചേട്ടനും കൂടി നിന്റെ താളത്തിന് തുള്ളുന്നതുകൊണ്ടാണ് നീ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത്. ഇത്തവണ ഞങ്ങൾ വരില്ല. ചേച്ചി ഞാൻ ധൈര്യമായി പോടി. ഞാൻ വൈകുന്നേരം വിളിക്കാം. പോ പോ. ഇങ്ങനെ അങ്ങ് വിചാരപ്പെട്ടാലോ കുഞ്ഞു? വന്ന് കാത്തു കുഞ്ഞുങ്ങൾക്ക് കാപ്പി കൊടുത്തു വേണമല്ലോ. അവരൊന്നിച്ചാണ് കഴിച്ചു. ഞാൻ പറഞ്ഞ പോലെ ആയില്ലേ? അമ്മണിയമ്മ പറഞ്ഞ് കാക്കെടുത്തില്ല, അതിനുള്ള ആള് വന്നു. അതാണ് ആയത്. ഞാൻ പറ്റി കാപ്പിടുത്തു.